ഹായ് ഓൾ. അപ്പം നമ്മുടെ ഇന്നത്തെ താരം ഈ വെള്ളക്കാന്താരിയാണ് കേട്ടോ. ഇന്ന് നമുക്ക് ലഞ്ചിന് ബീഫ് കറിയാണ് കേട്ടോ. ബീഫ് മൊത്തത്തിൽ ബീഫ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ അതിനകത്ത് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ്, പിന്നെ ബീഫിൻ്റെ പതിര്, കരൾ, പിന്നെ കുറച്ച് ബീഫിൻ്റെ കഷ്ണങ്ങൾ, കൊഴുപ്പ്, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഇട്ട് വെക്കുന്ന ഒരു കറിയാണേ. പിന്നെ നമുക്കിന്ന് ചീരത്തോരനുണ്ട്. അപ്പം നല്ല നാടൻ ചീര കിട്ടിയിട്ടുണ്ട്. ചീര, ഉള്ളി, പിന്നെ ഇഞ്ചിയും കൊച്ചുള്ളിയും കൂടെ, ഇഞ്ചിയല്ല നമ്മുടെ കാന്താരിയും കൊച്ചുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത താരം ഇതാണ് കാന്താരിയും ഉള്ളിയും ഇഞ്ചിയും കുരുമുളകും എല്ലാം കൂടെ ചതച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് രസമുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ബീഫ് നമ്മൾ ഓയിലൊന്നും ചേർക്കാതെ, വെള്ളവും ചേർക്കാതെ നമ്മുടെ ബീഫിനകത്തോട്ട് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറി മസാല എല്ലാം കൂടെ ചൂടാക്കി ഇതിനകത്തോട്ട് ഇട്ടിട്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേവിച്ചതാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ എണ്ണയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമ്മുടെ ഇന്നത്തെ എണ്ണവിലയിൽ നമ്മൾ എണ്ണ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് അല്ലേ. അപ്പോൾ ഇന്നത്തെ ബീഫ് കറിയിൽ ഞാൻ എണ്ണ ചേർത്തിട്ടില്ല. അതിൽ നിന്നുള്ള കൊഴുപ്പും അതിൽ നിന്നുള്ള വെള്ളവും എല്ലാം ഇറങ്ങിയ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ ചീര ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചീര ഞാൻ കടുക് പൊട്ടിച്ച് അതിനകത്ത് ഉള്ളി ഇട്ട് വാട്ടി അതിനകത്തോട്ട് ചീര വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചീര ജസ്റ്റ് ഒന്ന് വെന്ത് വരുമല്ലോ, നമുക്ക് ഒരു കണക്ക് അറിയാമല്ലോ. ആ വേവിൻ്റെ സമയത്ത് വേണം നമ്മൾ ഈ തേങ്ങയുടെ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ തേങ്ങ അരപ്പൊക്കെ ചേർത്ത് കുറച്ച് നേരം കൂടെ ചീര അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഈ തേങ്ങയ്ക്കകത്ത് നമ്മൾ ഉപ്പിടുക, ചീരയ്ക്കകത്ത് ഉപ്പിടരുത് കേട്ടോ. നമ്മൾ തേങ്ങയ്ക്കകത്ത് ഉപ്പിട്ടിട്ട് അത് നമ്മുടെ ചീര ഒരു പാതി വേവാകുമ്പം ഈ തേങ്ങ അരപ്പിട്ട് കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ കാന്താരി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചീരത്തോരനും റെഡിയായേ. അപ്പോൾ ബീഫ് കറി എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. നമ്മുടെ ബീഫ് കറി നോൺ ഓയിൽ 1 പോട്ട് ബീഫ് കറിയാണ് കേട്ടോ. അപ്പം അതും വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല ടേസ്റ്റ്. കാരണം നമ്മുടെ കൊഴുപ്പിനൊക്കെ നല്ല ടേസ്റ്റാണല്ലോ ഓൾറെഡി ബീഫിൻ്റെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രസം വെക്കാൻ എടുത്തിട്ടുണ്ട്. കുരുമുളകൊക്കെ ഇട്ട്, കാന്താരി ഇട്ട്, കൊച്ചുള്ളി, ഇഞ്ചിയൊക്കെ ചതച്ചെടുത്ത് പേസ്റ്റ് ഇട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു, കായപ്പൊടി ഇട്ടു, ഇത്ര ഇട്ടിട്ടുള്ളേ. പിന്നെ പുളിവെള്ളം ഒഴിച്ചു. വലിയ ഇലയൊന്നും ഇല്ലായിരുന്നു, തട്ടിക്കൂട്ട് രസമാണേ. അപ്പോൾ നമ്മുടെ രസവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ ലഞ്ചിനുള്ള കറികളെ. അപ്പോൾ നമുക്കിനി ചോറ് കഴിക്കാം. അപ്പോൾ ഞാൻ പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ചോറിട്ടു. നല്ല ചൂട് ചോറും പിന്നെ ചീരത്തോരനും നമ്മുടെ രസം, നമ്മളെ കുരുമുളക് രസവും, പിന്നെ നമ്മുടെ 1 പോട്ട് നോൺ ഓയിൽ ബീഫ് കറിയും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.